നമസ്കാരം. പ്രധാന വാർത്തകൾ. ആക്ഷൻ കൌൺസിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിനെതിരെ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി. ഹർത്താലിന് ആഹ്വാനം ചെയ്തവർക്ക് നോട്ടീസ് അയച്ചു. റിപ്പോർട്ട് നൽകാൻ ഡിജിപിക്ക് നിർദ്ദേശം. ജില്ലയിൽ ഹർത്താൽ ബാധിച്ചില്ല. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കാൻ തീരുമാനം. വൈകിട്ട് 6-നും രാത്രി 12-നും ഇടയിൽ അരമണിക്കൂർ വരെയാണ് ലോഡ് ഷെഡിംഗ്. കെഎസ്ഇബി ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം മെയ് 15-ന് നടക്കും. +2 ഫലപ്രഖ്യാപനം മെയ് 22-നും +1 പരീക്ഷയുടെ ഫലപ്രഖ്യാപനം ജൂൺ 10-നും നടക്കും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച കാഞ്ഞിരക്കോട് കൊരട്ടിയാംകുന്ന് സ്വദേശി സുരേഷിന്റെ സംസ്കാരം നടത്തി. ശരീരഭാഗങ്ങളിലെ DNA പരിശോധന നടത്തിയാണ് സുരേഷിന്റെ മരണം സ്ഥിരീകരിച്ചത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കാൻ തീരുമാനം. വൈകിട്ട് 6-നും രാത്രി 12-നും ഇടയിൽ അരമണിക്കൂർ വരെയാണ് ലോഡ് ഷെഡിംഗിന് തീരുമാനമായിട്ടുള്ളത്. കെഎസ്ഇബി ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പീക്ക് അവറിൽ വാഹന ചാർജിംഗ് പാടില്ലെന്നും AC താപനില 24-നും 26-നും ഇടയ്ക്ക് ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വൈദ്യുതി ആവശ്യകതയിൽ ഉണ്ടായ അപ്രതീക്ഷിതമായ വർധനയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് യോഗം വിലയിരുത്തി. സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യകതയുടെ വളർച്ചാ നിരക്ക് പരിശോധിച്ചാൽ പ്രതിവർഷമുണ്ടാകുന്ന ശരാശരി വർധനയേക്കാൾ വളരെ കൂടുതലാണ് ഇക്കൊല്ലം ഉണ്ടായിട്ടുള്ളത്. വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗും AC-യുടെ ഉപയോഗവും പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ജനങ്ങൾ ഇൻഡക്ഷൻ പാചകത്തെ അധികമായി ആശ്രയിച്ചതുമാണ് വൈദ്യുതി ആവശ്യകത കുത്തനെ കൂടാൻ കാരണമായത് എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് ഉന്നതതല യോഗത്തിൽ വിലയിരുത്തലുണ്ടായി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വലഞ്ഞ ജനം. സംസ്ഥാനത്ത് പലയിടത്തും വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞു. യാത്രികരും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരും ബുദ്ധിമുട്ടിലായി. പലയിടത്തും സമരാനുകൂലികൾ കടകൾ അടപ്പിച്ചു. അതേസമയം തൃശൂരിൽ ഹർത്താൽ ബാധിച്ചിട്ടില്ല. പതിവ് പോലെ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. കണ്ണൂർ അഞ്ഞരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന ആവശ്യമുന്നയിച്ച് വിവിധ ദളിത് സംഘടനകളും നിതിൻ രാജ് ആക്ഷൻ കൌൺസിലും ആഹ്വാനം ചെയ്ത ഹർത്താൽ ചൂണ്ടൽ, കണ്ടാനശ്ശേരി പഞ്ചായത്തുകളിൽ ഭാഗികം. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള ഹർത്താലിന് മേഖലയിൽ കാര്യമായ പ്രതികരണം ഉണ്ടായില്ല. സാധാരണ ദിവസം പോലെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. കൂടാതെ സ്വകാര്യ വാഹനങ്ങളും ഓട്ടോ ടാക്സി, സ്വകാര്യ ബസ്സുകൾ, KSRTC ബസ്സുകൾ തുടങ്ങിയവയും നിരത്തിലിറങ്ങി. വാഹനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും യാത്രക്കാർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും സൃഷ്ടിക്കാത്ത സാഹചര്യമാണ് ഹർത്താലിൽ ഉണ്ടായത്. ചൂണ്ടൽ, കണ്ടാനശ്ശേരി പഞ്ചായത്തുകളിലെ പ്രധാന സർക്കാർ ഓഫീസുകൾ എല്ലാം തുറന്നു പ്രവർത്തിച്ചു. ജീവനക്കാർ ജോലിക്ക് ഹാജരാകുകയും ചെയ്തു. ദളിത് സംഘടനകളും നിതിൻ രാജ് ആക്ഷൻ കൌൺസിലും സംയുക്തമായി പ്രഖ്യാപിച്ച ഹർത്താലിന് മേഖലയിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാനായില്ല. രാവിലെ മുതൽ തന്നെ നിരത്തുകളിൽ സാധാരണ ദിവസങ്ങളിലെ പോലെ വാഹനങ്ങൾ ഇറങ്ങിയിരുന്നു. ഹർത്താൽ അനുകൂല സംഘടനകളുടെ പ്രകടനങ്ങളോ വഴിതടയലോ ഇല്ലാതെ തീർത്തും സമാധാനപരമായിരുന്നു. ചാവക്കാട് മേഖലയിൽ ഹർത്താൽ ബാധിച്ചില്ല. കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. ബസ്സുകളും മറ്റ് വാഹനങ്ങളും നിരത്തിലിറങ്ങി. ഓഫീസുകളും തുറന്നു പ്രവർത്തിച്ചു. അപ്രഖ്യാപിത പവർ കട്ട്. എരുമപ്പെട്ടിയിലെ KSEB കുണ്ടന്നൂർ ഡിവിഷൻ ഓഫീസിൽ ജനങ്ങളുടെ വൻ പ്രതിഷേധം. ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ പ്രതിഷേധം ഇന്ന് പുലർച്ചെ 4 മണി വരെ തുടർന്നു. പ്രതിഷേധത്തിൽ സ്ത്രീകളും കുട്ടികളും പങ്കെടുത്തു. എരുമപ്പെട്ടി, കടങ്ങോട്, വരവൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഉപഭോക്താക്കളാണ് മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടതിനെ തുടർന്ന് എരുമപ്പെട്ടിയിലെ കുണ്ടന്നൂർ ഡിവിഷൻ ഓഫീസിൽ അർദ്ധരാത്രിയിലെത്തി പ്രതിഷേധിച്ചത്. കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള കുട്ടികളുമായി സ്ത്രീകളും വൈദ്യുതി ഓഫീസിൽ എത്തിയിരുന്നു. പലരും പായ വിരിച്ച് ഓഫീസിനുള്ളിലും പുറത്തും കിടന്ന് പ്രതിഷേധിച്ചു. KSEB ഓഫീസിൽ തുടർച്ചയായി വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതിനെ തുടർന്നാണ് കറന്റ് ഇല്ലാതെ വലഞ്ഞ പല പ്രദേശങ്ങളിലുമുള്ളവർ നേരിട്ട് ഓഫീസിലെത്തിയത്. നിങ്ങളോട് അപമര്യാദയായിട്ട് വാക്ക് സംസാരിക്കുകയോ മോശമായിട്ട് പ്രവർത്തിക്കുകയോ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറി കലാപുണ്ടാക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾ എന്തുള്ളത് വന്ന് നിൽക്കണേ? ഞങ്ങളുടെ പ്രയാസം ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ ഡ്യൂട്ടിയിലായിരിക്കണേ, നിങ്ങൾക്ക് ശമ്പളം ഇരിക്കണേ. ഞങ്ങൾക്ക് നാളെ ഡ്യൂട്ടിക്ക് പോകേണ്ട ആളുകളവരൊക്കെ അത് നിങ്ങൾ മനസ്സിലാക്കും. അത് മനസ്സിലാക്കിയിട്ട് പെരുമാറും. ഇത്ര ആളുകൾ നാളെ നേരം ജോലിക്ക് പോകണ്ടേ?
നാളത്തെ പൈസ ഇനി നാളെ എന്ത് ഒരു മര്യാദയില്ലേ? ജോലിക്ക് പോണ്ട മനുഷ്യന്മാരാണല്ലോ. അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയല്ലോ. ആ കുട്ടികളെ നിങ്ങൾ ആലോചിക്കും, കൈക്കുഞ്ഞുങ്ങളായിട്ട് അമ്മമാര് ഇതിനുള്ളിൽ വന്നിരിക്കണമെങ്കിൽ എവിടെ എത്തിയിട്ടാ? പ്രതിഷേധം പല ഘട്ടങ്ങളിലും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് അറിയിച്ചത് നാട്ടുകാരും പോലീസും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റത്തിനുമിടയാക്കി. ഞങ്ങൾക്ക് സാധാരണഗതിയിൽ കറണ്ട് പോകുമ്പോൾ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇത്ര മിനിറ്റ് കറണ്ട് പോകുന്ന പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉപഭോക്താക്കൾക്കൊക്കെ SMS വരാറുണ്ട്. നിങ്ങൾ കറണ്ട് കട്ട് ചെയ്തോളൂ, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, നിങ്ങളെ കയ്യിലിരിക്കുന്ന സാധനം ഒന്നുമല്ലത് ഞങ്ങൾക്ക് അറിയാം, സർക്കാർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾക്കൊരു SMS തന്നാലേ ഒരുപാട് രോഗികൾ വെന്റിലേറ്ററിന്റെ ഉപയോഗം ഇപ്പൊ നിങ്ങൾക്കറിയാം പണ്ടത്തെ പോലെ കുറ്റി വെച്ചിട്ടല്ല, ഈ ഇലക്ട്രിക് ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് ഉപയോഗിക്കണം. ഈ ഇലക്ട്രിക് ഉപയോഗിക്കുമ്പോൾ ഈ സാധനം പോകുമ്പോൾ ഇത്ര സമയം എന്നൊക്കെ അറിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അത് ജനറേറ്റർ മനുഷ്യന്മാരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് കറണ്ട് പോയാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങടെ വരാൻ പറ്റുള്ളൂ, ജനലെ തുറന്നിടാൻ പറ്റില്ല. പാമ്പിന്റെ ശല്യം നിങ്ങൾക്കറിയാം. വലിയ പ്രയാസത്തിലെ നാട്ടുകാരുള്ളത്. ദയവ് ചെയ്തിട്ട് കറണ്ട് പോകുന്നുണ്ടെങ്കിൽ മുൻകൂർ ഞങ്ങളെ അറിയിക്കണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുണ്ടന്നൂർ സെക്ഷന് കീഴിലെ പല പ്രദേശങ്ങളിലും പകലും രാത്രിയിലും നിരന്തരം വൈദ്യുതി തടസ്സം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല പ്രദേശങ്ങളിലും രാത്രിയിൽ ഒട്ടും വൈദ്യുതി ലഭിക്കാത്ത അവസ്ഥയാണ്. കനത്ത ചൂടിൽ കുട്ടികളും പ്രായമായവരും കിടപ്പ് രോഗികളും ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഇന്നലെ രാത്രി 11 മണി മുതൽ ഇന്ന് രാവിലെ 6 മണി വരെ പല പ്രദേശങ്ങളിലും വൈദ്യുതി തടസ്സപ്പെട്ടു. പ്രധാന ഫീഡറിൽ തകരാർ സംഭവിച്ചതാണ് വൈദ്യുതി മുടങ്ങാൻ കാരണമെന്നാണ് ജീവനക്കാർ പറയുന്നത്. അതേസമയം തകരാർ പരിഹരിക്കുവാനും ലൈൻ മാറ്റി ചാർജ് ചെയ്യുവാനും കട്ട് ഓഫായ സംവിധാനം പരിഹരിക്കാനും രാത്രികാലങ്ങളിൽ ആവശ്യമായ ജീവനക്കാരില്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. തിങ്കളാഴ്ച രാത്രിയിൽ 2 ലൈൻമാൻമാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. പ്രതിഷേധക്കാരുടെ ആവശ്യപ്രകാരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെ സ്ഥലത്തെത്തി ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. അതേസമയം പവർ കട്ടുണ്ടെന്നും തിങ്കളാഴ്ച സംഭവിച്ചത് ചെറിയ തകരാറാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. വൈദ്യുതി തകരാർ പരിഹരിക്കാൻ കഴിയുമായിരുന്നിട്ടും ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അനാസ്ഥയാണ് വൈദ്യുതി തടസ്സത്തിനിടയാക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഒരു ദുരിതം നാട്ടിലെ മുഴുവൻ ആളുകളും അനുഭവിക്കുമ്പോ ഈ നാട്ടിലുള്ള ഈ ആളുകൾ മുഴുവൻ രാവിലെ പണിക്ക് പോകേണ്ടവർ, ഇപ്പൊ ഇനി നാളെ എന്ന് പറയാനില്ല, 3 മണിയായി സമയം, പണിക്ക് പോകേണ്ടവരാണ്. വീട്ടിൽ പണിക്ക് പോയാൽ മാത്രം ജീവിക്കേണ്ട കുടുംബങ്ങൾ പലതുമുണ്ട്. അവരൊക്കെ ഇവിടെ വന്നു നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ അധികാരികൾ, ഇലക്ട്രിസിറ്റി ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറും ഓവർസിയറും വീട്ടിൽ പോയി വിശ്രമിക്കുക എന്നത് ശുദ്ധ തമ്മാടിത്തരം. സംസ്ഥാനത്തെ 2025-26 അധ്യയന വർഷത്തെ SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം മെയ് 15 നടക്കും. +2 ഫലപ്രഖ്യാപനം മെയ് 22-നും +1 പരീക്ഷയുടെ ഫലപ്രഖ്യാപനം ജൂൺ 10-നും നടക്കും. മെയ് 4-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്നതിനാൽ പുതിയ സർക്കാരിൽ ചുമതലയേൽക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകും ഫലപ്രഖ്യാപനം നടത്തുകയെന്ന് കരുതുന്നു. മെയ് ആദ്യവാരം തന്നെ പരീക്ഷാഫലങ്ങൾ പ്രഖ്യാപിക്കണമെന്നായിരുന്നു തീരുമാനമെങ്കിലും ഗൾഫ് മേഖലയിലെ പ്രതിസന്ധികൾ വന്നതോടെ സമയക്രമത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ മെയ് 15, 22 തീയതികളിൽ തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് 4,17,497 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയിട്ടുള്ളത്. മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഏപ്രിൽ 16 മുതൽ ആരംഭിച്ചിരുന്നു. 72 മൂല്യനിർണ്ണയ ക്യാമ്പുകളായിട്ടാണ് മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയത്. അതേസമയം മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കാത്ത അധ്യാപകർക്കെതിരെ കർശനമായ നടപടിയുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 2000-ഓളം അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കാതെയുള്ളത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച കാഞ്ഞിരക്കോട് കൊരട്ടിയാംകുന്ന് സ്വദേശി സുരേഷിന്റെ സംസ്കാരം നടത്തി. ശരീരഭാഗങ്ങളിലെ DNA പരിശോധന നടത്തിയാണ് സുരേഷിന്റെ മരണം സ്ഥിരീകരിച്ചത്. വടക്കാംചേരി തെക്കുംകര ചോരത്ത് വീട്ടിൽ പരേതനായ അയ്യപ്പൻ ദേവു ദമ്പതികളുടെ മകനാണ്. തെക്കുംകരയിലെ തറവാട്ട് വീട്ടിലും കാഞ്ഞിരക്കോടുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ചതിനു ശേഷം ചെറുതുരുത്തി ശ്മശാനത്ത് സംസ്കാരം നടത്തി. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ബിന്ദുവാണ് ഭാര്യ, ആദിശ്രീ മകളാണ്. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു. മലപ്പുറത്തുണ്ടായ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ചാവക്കാട് തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് സമീപം എടശ്ശേരി ബദറുവിന്റെ മകൻ 20 വയസ്സുള്ള ഫഹദാണ് മരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് മലപ്പുറത്ത് വെച്ചായിരുന്നു അപകടം. മദീൻ അക്കാദമിയിലെ വിദ്യാർത്ഥിയായ ഫഹദും ഇതേ സ്ഥാപനത്തിലെ അധ്യാപകൻ അസ്ലം അഹ്സനിയും ബൈക്കിൽ പോകുമ്പോഴായിരുന്നു അപകടം. അസ്ലം അഹ്സനി അപകട സമയം തന്നെ മരിച്ചിരുന്നു.
അകലാട് മൂന്നേനിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷണം പോയി. താഹാപ്പള്ളിക്ക് തെക്കുവശം താമസിക്കുന്ന കാഞ്ഞങ്ങാട്ടിൽ റിയാസിന്റെ ഉടമസ്ഥതയിലുള്ള ബജാജ് പൾസർ ബൈക്കാണ് മോഷണം പോയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 6 മണിയോടെയാണ് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനം കാണാനില്ലെന്ന വിവരം വീട്ടുകാർ അറിയുന്നത്. KL 54 D 8905 എന്ന നമ്പറിലുള്ള കറുത്ത നിറത്തിലുള്ള പൾസർ 150cc ബൈക്കാണ് കവർച്ച ചെയ്യപ്പെട്ടത്. ഉടമസ്ഥൻ ഇത് സംബന്ധിച്ച് വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. വാഹനത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 85 90 69 85 72 എന്ന നമ്പറിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ വിവരം അറിയിക്കേണ്ടതാണ്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് മാനസിക വൈകല്യമുള്ള കാശ്മീരി യുവാവിനെ കണ്ടെത്തിയ സംഭവത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ. തൃശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിനെ കശ്മീർ പോലീസും ബന്ധുവും എത്തി തിരികെ നാട്ടിലേക്ക് കൊണ്ടുപോയി. മുഷ്താഖ് അഹമ്മദ് പണ്ഡിറ്റ് എന്ന 45 വയസ്സുള്ള ബിലാൽ പണ്ഡിറ്റിനെയാണ് കഴിഞ്ഞ 21-ന് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കണ്ടെത്തിയത്. ഭക്തർ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കരുതൽ തടങ്കലിലാക്കി. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഇയാൾ മാനസിക രോഗിയാണെന്നും ഇയാളെ കാണാനില്ലെന്ന ബന്ധുക്കൾ നൌക പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ടെമ്പിൾ പോലീസ് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം ഇയാളെ പടിഞ്ഞാറേക്കോട്ടയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. നൌകാം SI രവീന്ദർ സിംഗ്, മുസ്താഖിന്റെ അച്ഛന്റെ സഹോദരന്റെ മകൻ ഷെബീർ അഹമ്മദ് പണ്ഡിറ്റ് എന്നിവരാണ് ഗുരുവായൂരിലെത്തിയത്. തൃശൂർ റേഞ്ച് DIG T നാരായണൻ, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, ഗുരുവായൂർ ടെമ്പിൾ SHO വിനോദ് വലിയാട്ടൂർ എന്നിവർ ഇവരുമായി സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഗുരുവായൂരിൽ തീവ്രവാദി എത്തിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായും കശ്മീർ പോലീസുമായും ബന്ധപ്പെട്ടതിൽ നിന്നും തീവ്രവാദ ബന്ധമൊന്നുമില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതിന്റെ ആവശ്യം മുഴുവൻ കൂടെ ഇവിടുത്തെ കമ്മീഷണറും DIG അദ്ദേഹം ഉണ്ട്. അവർ they will take a call on it in case of any requirement. They will definitely take a call. As on today, the proper security arrangements are in place. In case of any requirement, we will definitely review the requirement based on the requirement. ഭഗവാന്റെ നല്ല ദർശനം സഹായിച്ചിരുന്നു. താങ്ക് യു വെരി മച്ച്. ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് പോലീസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഉറപ്പുവരുത്തണമെന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ കുപ്വാര സ്വദേശിയായ മുസ്താഖ് വൈദ്യുതി വിഭാഗം ജീവനക്കാരനായിരുന്നു. അഹിതബദ്ധമുണ്ടെന്ന സംശയത്തിൽ ഇയാൾ 2011-ൽ ഭാര്യയെ കൊല്ലുകയും 12 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ഇതിനുശേഷം മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ച ഇയാൾ രാജ്യം മുഴുവൻ കറങ്ങി നടക്കുകയായിരുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങൾ കയറിയിറങ്ങുന്ന ഇയാൾ മലപ്പുറം ജില്ലയിലെ ഷഹബാസ് ഷെരീഫ് ദർഗയിൽ നിന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നത്. മാർച്ച് 19 വരെ ഇയാൾ ബന്ധുക്കളുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് വിവരമൊന്നുമില്ലാത്തതിനെ തുടർന്നാണ് നൌകാം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഗുരുവായൂരിൽ തീവ്രവാദി എത്തി എന്ന രീതിയിലുള്ള വാർത്തകൾ വലിയ തരത്തിലുള്ള ആശങ്കകളാണ് സൃഷ്ടിച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി യാതൊരു തരത്തിലുള്ള ആശങ്കകൾക്കും ഇടയില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് മുസ്താഖിനെ ബന്ധുക്കൾക്ക് കൈമാറുന്നതെന്നും ടെമ്പിൾ പോലീസ് SHO വിനോദ് വലിയാട്ടൂർ പറഞ്ഞു. നൗഗാമിൽ നിന്നുള്ള പോലീസ് സ്റ്റേഷനിലെ PSI രവീന്ദർ എന്ന് പറയുന്ന SI നേരിട്ട് നമ്മുടെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. അവിടുത്തെ DSPയുമായിട്ട് നേരിട്ട് സംസാരിച്ചു. ഈ പോലീസ് ഓഫീസർ അവരെ നാട്ടിലൊക്കെ അന്വേഷിച്ചിട്ട് ഇയാൾ എന്തെങ്കിലും തരത്തിലുള്ള ടെററിസ്റ്റോ മറ്റെന്തെങ്കിലും ഒരു തെറ്റായ ഭീകര ആക്ടിവിറ്റിയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാണെന്നും ഒരു മാനസികരോഗിയായിട്ട് അലഞ്ഞിരിക്കുന്ന ആളാണെന്നും ആണ് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വരെ പൂർണ്ണമായിട്ട് നമ്മളവരെ ഗ്രാമത്തിലും അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലും ബന്ധുക്കളോടും എല്ലാം അന്വേഷിച്ചതിൽ യാതൊരുവിധ അപകടകരമായ ഒരു സാഹചര്യവും ഇതിന്റെ പിന്നിലില്ല എന്ന് വെളിവായിട്ടുണ്ട്. ദാരിക നിഗ്രഹം നടത്തി കാളി മടങ്ങിയതോടെ 2 ദിവസത്തെ കാട്ടകാമ്പാൽ പൂരം സമാപിച്ചു. ഇന്ന് പുലർച്ചെ പാലക്കൽ കാവിലെത്തിയ ഭഗവതിയെ കാളിയും ദാരികനും പറവെച്ച് സ്വീകരിച്ചു. ക്ഷേത്രത്തിലെത്തി തേരിൽ കയറി മതിലകത്തേക്ക് നീങ്ങിയ കാളിയും ദാരികനും വാക്പോര് തുടങ്ങി. ദാരിക പട ചിതറി ഓടിയതോടെ കാളിയും ദാരികനും തമ്മിൽ രൂക്ഷമായ വാക്പോര് നടന്നു. കുപിതയായ കാളി ദാരികയെ വധിക്കാൻ തേരിൽ നിന്നിറങ്ങിയതോടെ ദാരികൻ ഓടിയൊളിച്ചു. പിന്തുടർന്നെത്തിയ കാളിയെ കണ്ട് കൊല്ലരുത് എന്ന് ദാരികൻ കേണപേക്ഷിച്ചു. അവതാര ലക്ഷ്യം പൂർത്തിയാക്കാൻ പ്രതീകാത്മക വധം നടത്തി കാളി ആലിൻ ചുവട്ടിലേക്ക് മടങ്ങിയതോടെയാണ് പൂരം സമാപിച്ചത്. കിരീടവും വാളും ഭഗവതിയെ ഒഴിഞ്ഞ് കാളി മടങ്ങി. കല്ലാറ്റ് മണികണ്ഠൻ കാളിവേഷവും സഹോദരൻ കല്ലാറ്റ് ചന്ദ്രശേഖരൻ ദാരികാവേഷവും കെട്ടി. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് KB സുദീപ്, സെക്രട്ടറി സഞ്ജയ് രാധാകൃഷ്ണൻ, ട്രഷറർ ജയപ്രകാശ് എന്നിവരടങ്ങിയ കമ്മിറ്റി പൂരത്തിന് നേതൃത്വം നൽകി.
നീയാകിലും പറ, പാപിയാകിലും പറ, നെറ്റിമേൽ തീയലിയും കണ്ട് നീ എൻ കയ്യാൽ ചാക നിശ്ചയം. തൂവാനൂർ ശ്രീ പാലത്തും ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിന്റെയും പൂരമഹോത്സവത്തിന്റെയും ഭാഗമായി നടന്നു വന്നിരുന്ന കലാപരിപാടികൾ സമാപിച്ചു. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി നടന്ന കലാപരിപാടികൾ ഞായറാഴ്ച വൈകിട്ട് സാംസ്കാരിക സദസ്സോടെയാണ് ആരംഭിച്ചത്. തുടർന്ന് പ്രാദേശിക കലാകാരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തിങ്കളാഴ്ച വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ സജ്ജമാക്കിയ വേദിയിൽ ചൂണ്ടൽ വൈഷ്ണവ നൃത്ത സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളി, ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ ഡാൻസ്, വീരനാട്യം എന്നിവയും ചൂണ്ടൽ കൃഷ്ണവേണി നൃത്ത സംഘത്തിന്റെ വിവിധ കലാപരിപാടികളും ചൂണ്ടൽ വിഭജിക നാട്യസംഘം അവതരിപ്പിച്ച വീരനാട്യം, തൂവാനൂർ ശ്രീപാദം തിരുവാതിര സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളി എന്നീ കലാപരിപാടികളാണ് അരങ്ങേറിയത്. 2 ദിവസങ്ങളിലായി നടന്ന കലാപരിപാടികൾ ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിയത്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസം ലക്ഷ്യമിട്ട് കുന്നംകുളം നഗരസഭയും ആയുർവേദ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന യോഗ സമ്മർ ക്യാമ്പിന് തുടക്കമായി. നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായി 5 കേന്ദ്രങ്ങളിലാണ് ക്യാമ്പ് നടക്കുന്നത്. 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായാണ് പരിശീലന പരിപാടി. കുന്നംകുളം ആയുർവേദ ആശുപത്രിയിൽ നടന്ന ആദ്യ ദിന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ സൌമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ആയുർവേദ ആശുപത്രി, കിഴൂർ പകൽവീട്, ആർത്താറ്റ് സെന്റ് ജോൺ സ്കൂൾ, ചിറ്റഞ്ഞൂർ തലപ്പിള്ളി ജയന്റെ വസതി എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ നടക്കുന്നത്. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൻസി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു എന്നിവർ സംബന്ധിച്ചു. ഡോക്ടർ മിഥു, യോഗ അധ്യാപിക സന്ധ്യ എന്നിവർ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചെയ്യുമ്പോഴാണ് യോഗ മൂലം കിട്ടുന്ന ആ ഗുണങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. അതൊരു സാധാരണ നമ്മൾ എല്ലാ പ്രാവശ്യവും വെക്കേഷൻ ക്യാമ്പിന് പോകും, ആ ക്യാമ്പിന് പോയി ഏതെങ്കിലും പഠിക്കും, അത് കഴിഞ്ഞാൽ അവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഗുണങ്ങൾ കിട്ടില്ല. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികളാണ്, ഈ പ്രായത്തിൽ പഠിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചിട്ടയും മറ്റു കാര്യങ്ങൾക്ക് വലിയ കുട്ടികളാകുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നതാണ്. കേച്ചേരി സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൌജന്യ ക്യാൻസർ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെയും ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റിന്റെയും സഹകരണത്തോടെ കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ വെച്ച് രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയായിരുന്നു ക്യാൻസർ പരിശോധനാ ക്യാമ്പ് നടന്നത്. തിരുവനന്തപുരം RCCയുടെ യൂണിറ്റായ ECDCയുടെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ SR രേഖ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. സൈറ്റോ ടെക്നോളജിസ്റ്റ് A ഷാനവാസ്, പാരാമെഡിക്കൽ സ്റ്റാഫ് KC നിർമ്മല, BL ഷീബ, T ജസ്റ്റിൻ രാജ്, ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റ് കോർഡിനേറ്റർമാരായ പ്രവീണ പ്രഭാകരൻ, VC ധാര, ലാബ് ടെക്നീഷ്യൻ K അജിത, ഫീൽഡ് ഫെസിലിറ്റേറ്റർമാർ UK വിദ്യ, R രഞ്ജിത, K ശ്രീകുമാർ എന്നിവർ ക്യാമ്പിന് സാങ്കേതിക സഹായം നൽകി. ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷേസിന ജംഷീർ, അനുഷ ഷാഫർ, PM ഉമ്മർ എന്നിവർ പരിശോധനാ ക്യാമ്പ് സന്ദർശിച്ചു. പഞ്ചായത്തിലെ 20 വാർഡുകളിലും സ്നേഹഭവൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരും വളണ്ടിയർമാരും നേതൃത്വം നൽകിയ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചതിന് ശേഷമാണ് ക്യാൻസർ പരിശോധനാ ക്യാമ്പ് നടത്തിയത്. രജിസ്ട്രേഷൻ നടത്തിയ 60 പേർ ക്യാമ്പിൽ പരിശോധന നടത്തി. സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളും സന്നദ്ധ വളണ്ടിയർമാരും ക്യാമ്പിന് നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾക്കായി പാടൂർ മൈ പാർക്ക് സംഘടിപ്പിച്ച ആർട്ട് ഫെസ്റ്റ് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വിവിധ കാറ്റഗറികളിലായി 100-ൽ പരം കുട്ടികൾ ആർട്ട് ഫെസ്റ്റിൽ പങ്കെടുത്തു. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് ആർട്ട് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക കാലഘട്ടത്തിൽ കലയ്ക്ക് അർഹിക്കുന്ന രീതിയിൽ ശ്രദ്ധയും പ്രോത്സാഹനവും കൊടുത്തുകൊണ്ട് സമൂഹത്തിലെ ജീർണതകളെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ റിനിത കബീർ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം ഡെയ്സി ജോമോൻ, ASM അസ്കർ അലി തങ്ങൾ, അബ്ദുറഹ്മാൻ മാസ്റ്റർ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം AT അബ്ദുൾ മജീദ്, RP റഷീദ് മാസ്റ്റർ, കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ASI അബ്ദുൾ അസീസ്, മുൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ VK ഷറഫുദ്ദീൻ, OT ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പ്രദേശത്തെ ആരോഗ്യരംഗത്തെ മുന്നണി പ്രവർത്തകരായ ആശാപ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. ആർട്ട് ഫെസ്റ്റിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും വിതരണം ചെയ്തു. മൈ പാർക്ക് പ്രൊമോട്ടർമാരായ ഡോക്ടർ സുനിൽ ഫഹദ്, ഡോക്ടർ ആമിന സുനിൽ ഫഹദ്, MA ശിഹാബ്, PM മൂസിൻ എന്നിവർ നേതൃത്വം നൽകി.
SNDP യോഗം തലപ്പിള്ളി യൂണിയൻ എരുമപ്പെട്ടി ശാഖ 17ാമത് വാർഷിക പൊതുയോഗം യൂണിയൻ സെക്രട്ടറി TR രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് MS വിജയൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി OK പ്രദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2ാം വാർഡിൽ ഏറ്റവും നല്ല പച്ചക്കറി കൃഷിക്ക് കഴിഞ്ഞ വർഷത്തെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അംഗീകാരം നേടിയ മിനി കൃഷ്ണനെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ആര്യ ഉണ്ണികൃഷ്ണൻ, ശ്രീനാഥ്, മാളവിക എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. മുൻ സെക്രട്ടറി AC സുനിൽകുമാർ സംസാരിച്ചു. മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണവും കർഷകരുടെ നിലനിൽപ്പും ലക്ഷ്യമിട്ട് രാസവളങ്ങളുടെ അസന്തുലിത ഉപയോഗത്തിനെതിരെ കുന്നംകുളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. കേരള കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ K സ്മിത ജോൺ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കൃഷി ഓഫീസർ S ജയൻ പദ്ധതി വിശദീകരിച്ചു. പ്രകൃതി കൃഷിരീതികളെക്കുറിച്ച് BP KP LRP അശ്വതി സജിൽ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് സ്നേഹ വി ജോസ്, സരിത, ശ്രീകല, മനോഹരൻ, സുമ ഗംഗാധരൻ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. സൗജന്യമായി ജൈവവള കിറ്റുകളും വിതരണം ചെയ്തു. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റിയും കണ്ണൂർ ഋഷിദേവ് ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആത്മീയ പ്രഭാഷണ പരമ്പരയ്ക്ക് ഗുരുവായൂരിൽ തുടക്കമായി. നഗരസഭാ ഫെസിലിറ്റേഷൻ സെന്ററിൽ ആധ്യാത്മിക പണ്ഡിതൻ രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. GNSS സംസ്ഥാന പ്രസിഡന്റ് IP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പുനർജന്മവും കർമ്മദോഷവും എന്ന വിഷയത്തിൽ ആചാര്യ ഋഷീശ്വർ ഹരീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ഗുരുജി ഋഷീശ്വർ ഹരീന്ദ്രൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. GNSS ജനറൽ സെക്രട്ടറി മധു K നായർ, ട്രഷറർ K മോഹനകൃഷ്ണൻ, സെക്രട്ടറി K രവീന്ദ്രനാഥൻ നായർ, ചാവക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KT ശിവരാമൻ നായർ, സെക്രട്ടറി ശ്രീകുമാർ P നായർ, ശ്രീധരൻ കുന്നത്ത, വിനോദ് പുന്ന തുടങ്ങിയവർ സംസാരിച്ചു. SSF വടക്കേക്കാട് ഡിവിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വിദ്യാർത്ഥികൾ ആസ്വദിച്ച വെളിച്ചം എന്ന ശീർഷകത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് കോൺഫറൻസ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുന്നേർകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് M&T ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 2027 ജനുവരി 28, 29, 30, 31 തീയതികളിൽ മലപ്പുറത്ത് വെച്ചാണ് സമസ്ത 100ാം വാർഷിക സമ്മേളനം നടത്തുന്നത്. വടക്കേക്കാട് സോണിലെ 44 യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഇസ്ലാക്കോഡിലെ 300 വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് അസ്ഹരി ഉദ്ഘാടനം ചെയ്യും. ഡിവിഷൻ പ്രസിഡന്റ് അൻസാർ സഖാഫി അണ്ടത്തോട് അധ്യക്ഷത വഹിക്കും. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ജാഫർ ഇർഫാനി ക്ലാസിന് നേതൃത്വം നൽകും. സമ്മേളനത്തിന് ശേഷം വടക്കേക്കാട് സെന്ററിലേക്ക് നടത്തുന്ന പ്രചരണ വിളംബര ജാഥയോടെ സമാപിക്കും. വടക്കേക്കാട് ഡിവിഷൻ ജനറൽ സെക്രട്ടറി സെബിൻ എടക്കര, പ്രസിഡന്റ് അൻസാർ സഖാഫി അണ്ടത്തോട്, വാഫി, ഹാഷിം, മുഹമ്മദ് ഇസൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മളെ ഈ ഒരു 300 വിദ്യാർത്ഥികൾ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുള്ള 300 വിദ്യാർത്ഥികളാണ്. അടുത്തൊരു തലമുറ എന്നുള്ള രൂപത്തിൽ വിദ്യാഭ്യാസപരമായിക്കൊണ്ടും അതുപോലെ തന്നെ ആത്മീയപരമായിക്കൊണ്ടും അതായത് മതപരമായിക്കൊണ്ടുള്ള കാര്യങ്ങളെ അവർക്ക് അടുത്തൊരു ജനറേഷന് കൊടുക്കാനുള്ള എന്തൊക്കെ വിഭവങ്ങളാണോ അതെല്ലാം അവർക്ക് അവിടെ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ക്ലാസ്സും അതുപോലെ തന്നെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഔദ്യോഗിക പ്രചരണം എന്നുള്ള എനിക്ക് പോൾസൺ താം രചിച്ച കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച കാർഷിക നാട്ടറിവുകളുടെ ഓർമ്മക്കൊയ്ത്ത് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. മരത്തംകോട് MPM UP സ്കൂളിൽ തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അഷ്റഫ് KM പ്രകാശനം നിർവഹിച്ചു. യോഗത്തിൽ വിജയൻ മാസ്റ്റർ, ഡോക്ടർ ജോൺസൺ ആളൂർ, ശിവൻ നെല്ലുവായ്, നാരായണൻ വെള്ളറക്കാട് എന്നിവർ സംസാരിച്ചു. പുസ്തകരചയിതാവ് പോൾസൺ താം നന്ദി പറഞ്ഞു. പുന്നയൂർ K കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ 15ാം വാർഷിക നറുക്കെടുപ്പ് ആദ്യ ടിക്കറ്റ് വിൽപ്പന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷംസീറ അഷ്റഫ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുബൈദ പാലക്കലിന് നൽകി ഉദ്ഘാടനം ചെയ്തു. കരുണാഭവനിൽ നടന്ന ചടങ്ങിൽ ഷാഹുൽ പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ TA ആയിഷ മുഖ്യാതിഥിയായി. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി പടിഞ്ഞാറയിൽ സൈദലവി, ഫൗണ്ടേഷൻ രക്ഷാധികാരി ബിനേഷ് വലിയകത്ത്, പുന്നയൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, സെക്രട്ടറി ഷഹീർ പടിഞ്ഞാറയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ നിന്നും ബാച്ചിലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജിയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി വടക്കേക്കാട് നായരങ്ങാടി സ്വദേശിനി. തൃശൂർ മെഡിക്കൽ കോളേജിലെ പാരാമെഡിക്കൽ വിദ്യാർത്ഥിനി, വടക്കേക്കാട് നായരങ്ങാടി വെട്ടിക്കാട്ട് വീട്ടിൽ ഫിറോസ് ഹംസ ഫഹ്മിദ ദമ്പതികളുടെ മകൾ റുമാന ഫിറോസാണ് മിന്നും വിജയം നേടി നാടിന് അഭിമാനമായത്. ചാവക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ KT ഹംസ മാസ്റ്ററുടെ പേരക്കുട്ടിയാണ് റുമാന ഫർസാന. ബാസിൽ അഹമ്മദ് എന്നിവർ സഹോദരങ്ങളാണ്.
വേനലവധിക്കാലം അറിവിന്റെയും വിനോദത്തിന്റെയുമാക്കാൻ കുട്ടികൾക്കായി വിളക്കാട്ടുപാടത്ത് സൌജന്യ ഡ്രോൺ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ജനകീയ ചലച്ചിത്രവേദി എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാഫി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പരിശീലകൻ വിപിൻ ദാസ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഡ്രോണുകളുടെ പ്രവർത്തന രീതി, നിയന്ത്രണ സംവിധാനങ്ങൾ, സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ചാണ് പരിശീലനം നൽകിയത്. മീഡിയ പ്രവർത്തകൻ ലിജോ കണ്ണനായ്ക്കൽ, ദേവസൂര്യ കലാവേദി പ്രസിഡന്റ് റജി വിളക്കാട്ടുപാടം എന്നിവർ നേതൃത്വം നൽകി. ആൽത്തറ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വൈശാഖ ഏകാദശി മഹോത്സവം ആറാട്ടോടെ സമാപിച്ചു. ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ 23 രാവിലെ പഞ്ചലോഹ ധ്വജ പ്രതിഷ്ഠ നടത്തിയിരുന്നു. വൈകിട്ട് 5 മണിക്ക് കുന്നത്തൂർ പനമുക്കിൽ രാമദാസന്റെ കുടുംബത്തിൽ നിന്നും കൊടിക്കൂറ വരവേൽപ്പ് നടത്തി. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പൊതിയിൽ ചേനാസ്മന ഗിരീശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പുതിയ പഞ്ചലോഹ ധ്വജ പ്രതിഷ്ഠയിൽ കൊടിയേറ്റം നടത്തിയാണ് വൈശാഖ ഏകാദശി മഹോത്സവം ആരംഭിച്ചത്. ശാന്തി ഗോപകുമാർ ഭട്ടതിരിപ്പാട് സഹകാർമ്മികനായി. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,025 രൂപ, പവന് 1,12,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചരമം ചാലിശ്ശേരി ഹൈസ്കൂൾ റോഡിൽ കുരിശുപള്ളിക്ക് സമീപം പുലിക്കോട്ടിൽ പരേതനായ ഉട്ടൂപ്പ് മകൻ ഷൈജൻ നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4:30 സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ എത്തും. ദീർഘകാലം എറണാകുളം മേത്തർ ബസാറിൽ കച്ചവട സ്ഥാപനം നടത്തിയിരുന്നു. റിട്ടയേർഡ് അധ്യാപിക കുഞ്ഞാമ്മ മാതാവാണ്. ആലിക്കര അങ്കണവാടി ടീച്ചർ ഷീജ ഭാര്യയും സെഫിൻ, സെനിയ എന്നിവർ മക്കളുമാണ്. പോർക്കുളം കക്കാട് വീട്ടിൽ രാധ നിര്യാതയായി. 70 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം പഞ്ചായത്ത് വാതക ശ്മശാനത്തിൽ നടത്തി. ഷൺമുഖൻ ഭർത്താവും ഷിജു, സുബി, സുഗന്ധി എന്നിവർ മക്കളുമാണ്. തൊഴിയൂർ വാഴപ്പള്ളി പരേതനായ ചുമ്മാർ ഭാര്യ തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് അധ്യാപിക ഏലി നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30 വലത്തൂർ സെന്റ് സിറിയക് പള്ളി സെമിത്തേരിയിൽ നടത്തും. ലില്ലി ജോസഫ്, ആനി, ജസ്റ്റിൻ എന്നിവർ മക്കളാണ്. കേച്ചേരി പുളിച്ചാറം വീട്ടിൽ മുഹമ്മദ് കുട്ടി മകൻ ബഷീർ നിര്യാതനായി. 61 വയസ്സായിരുന്നു. ഖബറടക്കം പട്ടിക്കര ഖബർസ്ഥാനിൽ നടത്തി. ഷാജിദ ഭാര്യയും റാനിയ, ഷാമിൽ എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ആക്ഷൻ കൌൺസിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിനെതിരെ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. ഹർത്താലിന് ആഹ്വാനം ചെയ്തവർക്ക് നോട്ടീസ് അയച്ചു. റിപ്പോർട്ട് നൽകാൻ ഡിജിപിക്ക് നിർദ്ദേശം. ജില്ലയിൽ ഹർത്താൽ ബാധിച്ചില്ല. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കാൻ തീരുമാനം. വൈകിട്ട് 6-നും രാത്രി 12-നും ഇടയിൽ അരമണിക്കൂർ വരെയാണ് ലോഡ് ഷെഡിംഗ്. KSEB ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം മെയ് 15-ന് നടക്കും. +2 ഫലപ്രഖ്യാപനം മെയ് 22-നും +1 പരീക്ഷയുടെ ഫലപ്രഖ്യാപനം ജൂൺ 10-നും നടക്കും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച കാഞ്ഞിരക്കോട് കൊരട്ടിയാംകുന്ന് സ്വദേശി സുരേഷിന്റെ സംസ്കാരം നടത്തി. ശരീരഭാഗങ്ങളിലെ DNA പരിശോധന നടത്തിയാണ് സുരേഷിന്റെ മരണം സ്ഥിരീകരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.